വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാനപ്പോൾ തെമുന്ന് കുറച്ച് സാധനങ്ങൾ ഹോള് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്കപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. ഞാനിത് മേടിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് വെയിൽസിലേക്ക് നെക്സ്റ്റ് വീക്ക്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് അതിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ മേടിച്ചേക്കുന്നത്. തെമുന്നാണ് ഞാൻ മേടിച്ചത്. വളരെ അഫോർഡബിൾ റേറ്റിന് ഉള്ള സാധനങ്ങളാണ്. ക്വാളിറ്റി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ ഓർഡർ ചെയ്തത് മോക്ക് വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിലാണ്. അത് ഞാൻ തുറന്നു. എങ്ങനെയാണ് ആ വാട്ടർ ബോട്ടിൽ വന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു റാബിറ്റിൻ്റെ പ്രിൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് ഇത്. ഞാൻ ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ട്. നല്ലൊരു വാട്ടർ ബോട്ടിലാണ്, കണ്ടോ, സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും ഒന്നും കൂടി മേടിച്ചതാണ് ഈ വാട്ടർ ബോട്ടിൽ. നല്ലൊരു ഭംഗിയിലുള്ള വാട്ടർ ബോട്ടിൽ. ഓക്കെ, ദാറ്റ്സ് എ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നമുക്കിവിടെ സമ്മറൊക്കെയാണ്. അപ്പം സമ്മറാകുമ്പോൾ നമുക്ക് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റുക. വിൻ്റർ ആകുമ്പോൾ ഇതുമാതിരത്തെ കുട്ടിയും അങ്ങനെയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്കിപ്പം പ്രത്യേകിച്ച് ഒന്നും കയ്യിലും ഒന്നും ഇട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു സമ്മറല്ലേ, നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം കയ്യിൽ വെറുതെ കൈ ഒഴിഞ്ഞ് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ച സാധനമാണ് ഇത്. കയ്യിലിടാൻ പറ്റിയ ടൈപ്പ് കണ്ട, ഒരു 5 സെറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. ഞാൻ ഇട്ട് കാണിക്കാം. 5 സെറ്റിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് സിംഗിളായിട്ടും ഇടാം, അതല്ല ഡബിളായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓ, ഇത് എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ചാർജറായിരുന്നേ. ആ ചാർജർ പോയായിരുന്നു, കാണാതെ പോയി. അതുകൊണ്ട് എനിക്ക് വാച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി ദൂരെയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇത് കുറച്ചും കൂടി ബെറ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ അതെ, ഞാൻ ആ സ്മാർട്ട് വാച്ചിൻ്റെ ചാർജർ ഈ നാട്ടിൽ നിന്ന് മേടിച്ച സ്മാർട്ട് വാച്ച് ചാർജർ നോയ്സിൻ്റെ, അതിന് ഞാനൊരു ചാർജർ തെമുന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. ഇത് ഞാൻ പ്ലഗ് ചെയ്ത് നോക്കട്ടെ, വർക്ക് ചെയ്യുമെന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല, എനിക്കിതുവരെ തെമുന്ന് ഇങ്ങനെ 1-2 ഐറ്റംസ് ഫെയിലായിട്ടുണ്ടെങ്കിലും മൊത്തമൊന്നും അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യത്തിൽ നല്ല ഐറ്റംസ് തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പിമ്പിൾ പാച്ചാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പിമ്പിൾ പാച്ച്. അങ്ങനെ പിമ്പിൾ പ്രോൺ സ്കിന്നൊന്നും അല്ല, ബട്ട് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു പിമ്പിൾ പാച്ച്. ഇത് പിമ്പിൾ പ്രോൺ സ്കിന്നുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. പിമ്പിൾ കാണിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. നെക്സ്റ്റ് വൺ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല. ഓക്കെ, അയ്യോ, ഇത് ഇപ്പം പറഞ്ഞോളൂ. തെമുന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാനൊരു കത്രിക ഓർഡർ ചെയ്തതാണ്. അയ്യോ, സോ ക്യൂട്ടോ, ഭയങ്കര. അയ്യോ, ഇതെന്താ ഇത് നിങ്ങൾ കാണാമോ? ഇതെൻ്റെ കയ്യിൻ്റെ ഇത്രക്കോളുള്ളൂ. അച്ചോ, ഒരു മിനി കത്രിക. ശരിക്കും എനിക്ക് കത്രിക ഇല്ലായിരുന്നു, എൻ്റെ കത്രിക കാണാതെ പോയായിരുന്നു. അപ്പം എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനം ഇത് നോക്ക്. അടിപൊളി. ഓക്കെ, അത് പറഞ്ഞാൽ എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് തെമുല് മേടിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് മേടിക്കണം. ചിലപ്പം ഇതുപോലെ സാധിക്കാൻ വേണം. സെക്കൻഡ് വൺ ഇതെന്താ? സെക്കൻഡ് അല്ല, ഇത് ഞാൻ മോക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് മാഗ്നറ്റിക്
ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇത് ഞാൻ അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ട് മേടിച്ചത്. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്താ പരിപാടിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ട് ഇതുപോലെ തന്നെ. അതെ, അത്യാവശ്യം സ്ക്വയർ ഷേപ്പ് ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്, സ്ക്വയർ ഷേപ്പ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലതാണ് തോന്നുന്നു. അത് ഞാൻ റിവ്യൂ ഒത്തിരി കണ്ടായിരുന്നു. ഇനി നമുക്കുള്ളത് കുറച്ച് ഡ്രസ്സുകളാണ്. അതിന് മുന്നേയായിട്ട് ഇത് ഞാനൊരു ടോയ്ലറ്റ് സീറ്റ്, ഇത് ഞാൻ അത്യാവശ്യം നല്ലൊരു ഇത് ഞാൻ അത്യാവശ്യം റിവ്യൂ കൊണ്ട് മേടിച്ചാൽ കേട്ടോ. ഇത് ടോയ്ലറ്റ് സീറ്റ് കുഞ്ഞു പിള്ളേരെ ടോഡ്ലേഴ്സിൻ്റെ ടോയ്ലറ്റ് സീറ്റാണ് ഞാൻ ഈ മേടിച്ചേക്കുന്നത്. എനിക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ടോയ്ലറ്റ് സീറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മാനുവലായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പം ഇവക്ക് ഓരോ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് നമ്മളായിട്ട് ചെന്ന് എടുത്ത് വെക്കേണ്ടി വരും. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ അഡൾട്ട് ടോയ്ലറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ അതിന് ഉള്ള സാധനം കൂടി തന്നിട്ടുണ്ട് അവർ, കണ്ടോ. ഇങ്ങനത്തെ ഒരു 3 സെറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് അതിൽ വെക്കാം. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പൊക്കിയും താത്തിയും വെക്കാമെന്ന്. കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ച് നോക്കിയതാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കുഴപ്പമില്ല. ഇവിടെ വയ്ക്കാം. ഇനി നമുക്കുള്ളത് കുറച്ച് ഡ്രസ്സുകളാണ്. അപ്പം ഡ്രസ്സ് എനിക്ക് മേടിച്ചു, ഹസ്ബൻഡിന് മേടിച്ചു. ഹസ്ബൻഡിന് 2 കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നില്ല. ഇതിപ്പം ഹസ്ബൻഡിന് മേടിച്ച ഒരു പാൻറ്റാണ്. അത് വലിയ കുഴപ്പമില്ല, എന്നാലും എനിക്ക് തോന്നുന്നു നിഴലടിക്കുമായിരിക്കുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് നമുക്ക് ഹസ്ബൻഡിന് മേടിച്ചൊരു പാൻറ്റാണ്. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് ചുരുങ്ങി കൂട്ടിയിരിക്കുന്ന മെറ്റീരിയലാണ്. പക്ഷെ നിഴലടിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്കിപ്പം കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. അത് എനിക്കൊന്ന് നമുക്ക് വേണമെങ്കിൽ മെയിൽസിന് മാത്രമല്ല ഫീമെയിൽസിനും ഇടാം. നല്ലൊരു മെറ്റീരിയലിൻ്റെ ഒരു സാധനം. അതെ, കുഴപ്പമില്ല, കീപ്പ് ചെയ്യാം, റിട്ടേൺ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഞാൻ മൂക്ക് മേടിച്ചതാണിത്. ഒരു 12 to 18 months എന്താ ഇതിനെ പറയുന്നത്, ഒരു 2 piece സെറ്റ്. അത്യാവശ്യം നല്ലൊരു ടോപ്പ് ആൻഡ് ഒരു പാൻറ്റ്, അങ്ങനെ ഒരു 2 piece സെറ്റ്. സമ്മർ ആയതുകൊണ്ടാട്ടോ ഞാൻ കുറച്ചും കൂടി. പക്ഷേ ഇത് മെറ്റീരിയൽ അത്ര ഒരു കുഴപ്പമില്ല, പോളിസ്റ്റർ അല്ല, എന്നാൽ ഒരു സെമി പോളിസ്റ്റർ പോലത്തെ ഒക്കെ ഒരു മെറ്റീരിയൽ. അത്യാവശ്യം ക്യൂട്ടാണ്. ഇത് ഞങ്ങൾ വേസ്റ്റ് ട്രിപ്പിൻ്റെ വ്ളോഗ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കുമ്പം കാണാൻ പറ്റും ഞങ്ങൾ ഇത് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് നെക്സ്റ്റ് എനിക്ക് വേണ്ടി മേടിച്ചതാണ് ഞാൻ. അതും ഒരു ഡ്രസ്സ്. ഇതെല്ലാം ഡ്രസ്സൊക്കെ ഓക്കെയാണ്, പക്ഷെ എനിക്കിതിൻ്റെ മെറ്റീരിയലുകൾ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഇത് എനിക്കിങ്ങനൊരു ഒരു ഡ്രസ്സ് ക്യൂട്ടാണ്, പക്ഷേ ഭയങ്കര ക്വാളിറ്റി അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല, ടു ബി ഓണസ്റ്റ്. പിന്നെ അത്രയും വളരെ ചീപ്പായിട്ട് മേടിച്ചതാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. നെക്സ്റ്റ് എനിക്കൊരു സ്കേർട്ട് മേടിച്ചതാണ്. സെയിം ഒരു മിഡ് ലെങ്ത് സ്കേർട്ട്. പക്ഷെ ഇതൊക്കെയെന്ന് വെച്ചാൽ മിഡ് ലെങ്ത് സ്കേർട്ട് കുഴപ്പമില്ല, കീപ്പ് ചെയ്യാം. ബട്ട് നിഴലടിക്കുമെന്നുള്ളതൊരു സംശയമാണ്. ഓക്കെ, മിഡ് ലെങ്ത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആയിട്ടുള്ളൊരു സ്കേർട്ട്. പിന്നെ ഞാൻ മേടിച്ചു കുറച്ചധികം ഡ്രസ്സുകൾ ഞാൻ മേടിച്ചു കേട്ടോ. കാരണം നമുക്ക് വിൻ്ററിന് ഇടാൻ പാകത്തിന് ഡ്രസ്സുണ്ട്, സമ്മറിന് ഇടാൻ പാകത്തിന് ഇവിടെ അധികം ഡ്രസ്സ് ഞങ്ങൾക്കില്ല. അപ്പം ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. ഇതൊരു ഷോർട്ട്സും ഒരു ടീഷർട്ടുമാണ്. ഇതിങ്ങനെ ഒരു ലൈൻ എല്ലാം ലൈനിൻ്റെ ഒരു ഇതിൽ വന്നേക്കുന്നത് കണ്ടോ. ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു മെറ്റീരിയലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എത്രയും കണ്ടതിലും എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ വൈസ്. ഒരു
ടീഷർട്ട്, അതിൻ്റെ തന്നെ പെയറായിട്ടുള്ളൊരു ഒരു ഷോർട്ട്സ്. ഓക്കെ, ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് മോക്ക് തന്നെ മേടിച്ചതാണ്. അവർക്കും ഒരു ഷോർട്ട്സിൻ്റെ സെറ്റ് ഞാൻ മേടിച്ചു. അത് വന്നിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയല്. ഇത് ഒരു ഷോർട്ട്സ് അവർക്ക് മേടിച്ചത്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ടോപ്പ്. ദിസ് ഇസ് ക്യൂട്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ വരും, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ 2 സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി 2 എനിക്ക് അത്രയ്ക്ക് കുമ്മായില്ല. നെക്സ്റ്റ് വൺ, എൻ്റെ ഡ്രസ്സുകളൊക്കെ തീർന്നു. ഈ 2 ഡ്രസ്സുകളും കൂടി വരാനുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. തെമ്മൂന്ന് തന്നെ 2 ജീൻസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി മേടിച്ചൊരു ക്യൂട്ട് ബാക്ക് പാക്കാണ്. അപ്പോൾ എനിക്ക് അധികം വെയിച്ചെടുത്ത് നടക്കാൻ താല്പര്യമില്ല. അപ്പം എനിക്ക് മേടിച്ചൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബാക്ക് പാക്കാണ്. കണ്ടോ, ക്യൂട്ടല്ലേ? വളരെ സ്മോളാണ്. ഇതിനൊരു 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഒരു പെന്നോ കോയിൻസോ പേഴ്സോ ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് കുറച്ചും കൂടി ഇതുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ്. തേർഡ് വൺ ഒരു എന്താ ഇടാൻ പറ്റുകയെന്ന് വെച്ചാൽ ഒരു വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ ഇടാം. വാട്ടർ ബോട്ടിൽ, പേഴ്സ് അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ക്യൂട്ട് ബാഗൊക്കെ. ഇത് പക്ഷേ എനിക്ക് ഇടാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. മൂക്ക് ഇടാൻ വേണമെങ്കിൽ ഇടാൻ പറ്റും, കുഴപ്പമില്ല. നമുക്കിങ്ങനെ വലുതാക്കാം. ഇതിങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അഡൾട്ട്സിനും ഇടാൻ പറ്റുന്ന, കുഞ്ഞുങ്ങൾക്കും ഇടാം അഡൾട്ട്സിനും ഇടാം. അങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗൊക്കെ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ തെമ്മൂന്ന് മേടിച്ചേക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം അതിനനുസരിച്ച് അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമോയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അപ്ലോഡ് ചെയ്തു, ഞാൻ കോൺഫിഡൻസ് കിട്ടി എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇത് മാത്രമാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ മേടിച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് 2 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ആ ഷോർട്ട്സും കുഞ്ഞിൻ്റെ ഷോർട്ട്സും ഇറ്റ്സ് വെരി ഗുഡ്. ഭയങ്കര കംഫി മെറ്റീരിയൽ, സോഫ്റ്റാണ്. ബാക്കിയുള്ള എൻ്റെ ഈ പാവാട, എൻ്റെ സ്കേർട്ട്, ഈ ഉടുപ്പൊക്കെ എനിക്ക് അത്രയ്ക്ക് ഗുമ്മായില്ല. ഇതൊക്കെയാണ്, ഇറ്റ്സ് ഓക്കെ. ദിസ് വൺ ഈസ് ആസ് വെൽ ഫൈൻ. ഓക്കെ. ഓവറോൾ ഞാൻ മേടിച്ച സാധനങ്ങളൊരു ഞാൻ പറയും ചിലപ്പോൾ ഞാൻ ഇതിന് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ അടിക്കും കേട്ടോ. 6-7.5 ഒക്കെ കൊടുക്കാം. If you like my video, please do share, comment and subscribe guys. Do support. Bye bye.